ഒരു നിമിഷം എന്താ പരിപാടി എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? വേറൊന്നുമല്ല, നമ്മളുടെ ഒരു അമ്പലത്തിലേക്ക് ഒരു ഇളനീർ വരവിന് പോകുന്നതാണ് കേട്ടോ. നമ്മളുടെ വീടിനടുത്താണ് കേട്ടോ അറക്കിലാട് അമ്പലം. വടകരക്കാർക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ അവിടത്തേക്ക് ഒരു ഇളനീർ വരവിന് പോകാനുണ്ട്. ഈ പ്രാവശ്യം വസുവിനെയും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ് ഇത്. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തു നിന്നാണ് കേട്ടോ ഇത് പുറപ്പെടുന്നത്, അതായത് കൂട്ടങ്ങാരത്ത് നിന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞാനും ലാലോടനും അമ്മയും വസുവിനെയും കൊണ്ട് പോയതാണ്. അവരപ്പോൾ എന്നെ അവിടെ ആക്കിയിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് പോരും. ഞാൻ ഇവരുടെ കൂടെ തന്നെ അമ്പലത്തിലേക്ക് പോകും കേട്ടോ. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾ കാണാം. അപ്പോൾ വസുവിന് നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ, ഇളനീർ കൊണ്ടുപോകാമെന്ന്. വസുവിന് ഇത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആപ്പൻ വസുവിനെ കൊണ്ട് തൊട്ട് തലയിലൊക്കെ വെച്ചിട്ട് ആപ്പനാണ് കേട്ടോ ആ ഇളനീർ എടുത്തിട്ട് നടന്നത്. വസു നിജിനെ കണ്ടപ്പോൾ മുതൽ നിജീൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞങ്ങളിതാ നടന്ന് പോവുകയാണ്. അപ്പോൾ വസു പിന്നെ നിജീൻ്റെ കയ്യിൽ നിന്ന് തീരെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടേ ഇല്ലേ. അങ്ങ് എത്തുന്നവരെ കൂടുതൽ സമയവും നിജീൻ്റെ അടുത്ത് തന്നെയായിരുന്നു. വസുവിന് നല്ല സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ പോകുന്നത് കാണുമ്പോൾ. അപ്പോൾ ഇത് അവിടെ നിൽക്കുന്നത് എൻ്റെ അച്ഛമ്മയൊക്കെയാണ് കേട്ടോ. ഈ വീടിൻ്റെ ബാക്കിലാണ് എൻ്റെ വീട്, എൻ്റെ അച്ഛൻ്റെ വീട് വരുന്നത്. അപ്പോൾ ഇവരിത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിന്നതാണ്. ഞാനൊക്കെ കുറേ പണ്ട് ഇവിടെ വന്ന് നിന്നിട്ടാണ് കേട്ടോ ഇത് കാണാറ്. ഇതിൻ്റെ കൂടെ പോയതായിട്ടുള്ളൊരു ഓർമ്മയില്ല, ഇതിങ്ങനെ നിന്ന് കണ്ടതായിട്ടൊക്കെയുള്ള ഓർമ്മയുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റിലേക്ക് എത്തി. പക്ഷേ ഇവിടെ നിന്നും കുറച്ചുകൂടെ പോകാനുണ്ട്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ദാസേട്ടൻ അവിടെ നിന്ന് പറയുന്നുണ്ട് എന്നെക്കൊണ്ടാവില്ലല്ലോ എന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നാറുണ്ട് പണ്ടത്തെ കുറേ വീഡിയോസൊക്കെ കാണുമ്പോൾ അന്ന് അതൊക്കെ എടുത്തു വെച്ചത് കൊണ്ട് ഇന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. യൂട്യൂബ് തുടങ്ങിയതുകൊണ്ടുള്ള ആകെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്നുള്ളത് നമ്മളുടെ പഴയ പല കാര്യങ്ങളും നമുക്കിതിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ അതന്ന് അവിടെ തീരുമായിരുന്നു. ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ നമ്മൾ അന്ന് എന്തൊക്കെ ചെയ്തിരുന്നു, എന്തൊക്കെ കണ്ടിരുന്നു എന്നൊക്കെ കാണാമല്ലോ. അങ്ങനെയെങ്കിലും യൂട്യൂബ് വീഡിയോസ് എങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ അല്ലേ. അപ്പോൾ അതെ നമ്മൾ അമ്പലത്തിലെത്തി. പിന്നെ അവിടെയുള്ള ഓരോ ചടങ്ങുകളാണ് കേട്ടോ. അപ്പോൾ അതെ നമ്മൾ 3 പ്രാവശ്യം അമ്പലം പ്രദക്ഷിണം വെച്ചിട്ട് ഈ കൊടിയും ഈ ഇളനീരും കൂടെ ഒരുമിച്ച് അവിടെ കുത്തി വെക്കും കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അവിടെ എത്തിയപ്പോൾ വസുവിനെ അച്ഛൻ എടുത്തിട്ടുണ്ട്. കാരണം വസു ആണല്ലോ അത് ചെയ്യേണ്ടത്. പക്ഷേ വസു ആണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ഒട്ടും നിൽക്കുന്നുണ്ടായിരുന്നില്ലേ. അവനാകെ ചൂടെടുത്തിട്ട് തളർന്നിട്ടുണ്ടായിരുന്നു, നടന്ന് വന്നതല്ലേ. അങ്ങനെ നമ്മൾ അമ്പലം 3 തവണ പ്രദക്ഷിണമൊക്കെ വെച്ച് കഴിഞ്ഞ് അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തെ തവണയാണെന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇളനീർ വരവിൻ്റെ കൂടെ പോകുന്നത്. അതെൻ്റെ വസുവിനെയും കൂട്ടിയിട്ട് പോകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതെൻ്റെ അച്ഛൻ്റെ നേർച്ചയാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ചടങ്ങുകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നേ. അപ്പോൾ ഇതിൻ്റെ പിറ്റേ ദിവസമൊക്കെ നമ്മൾ സാധാരണ അമ്പലത്തിൽ വരാറുണ്ട്. ഈ ഒരു ദിവസം വന്നതായിട്ടുള്ള ഒരു ഓർമ്മ എനിക്കില്ല. അത് ഈ പ്രാവശ്യം നടന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ വസുവിനത് അച്ഛൻ എടുത്തിട്ടുണ്ട്. വസു ഇങ്ങനെ അലറിക്കരയുന്നുണ്ട് കേട്ടോ അതിനിടയിൽ എന്നെ കാണാഞ്ഞിട്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ. ഇതിങ്ങനെ ഈ 3 പ്രാവശ്യം പിന്നെ 3 കുറേ പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയിട്ട് ആ ഇളനീർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൊടി അങ്ങോട്ട് കുത്തിവെക്കും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും വളരെ നല്ലൊരു അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. വരുന്ന സമയത്ത് വസു ബുദ്ധിമുട്ടാക്കുമോ, എനിക്ക് തലവേദന എടുക്കുമോ, നടക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഭഗവാൻ നമ്മളെ വളരെ ഭംഗിയായിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പം വസു അച്ഛനും ഇതേ ചുറ്റുന്നുണ്ട് കേട്ടോ. വസു എന്നെ കാണുമ്പോഴാണ് കേട്ടോ കരയുന്നത്. ആളാകെ ക്ഷീണിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ വാശിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. അത് തന്നെ വളരെ സന്തോഷം. അപ്പോൾ പിന്നെ ഇത് അച്ഛനും വസുവും കൂടെ പ്രാർത്ഥിക്കാൻ കേട്ടോ. പ്രാർത്ഥിക്കാൻ പിന്നെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടാവും. അങ്ങനെ പല കാരണങ്ങളും ഞങ്ങൾക്കും ഉണ്ട്. അതൊക്കെ ഭംഗിയായിട്ട് നിറവേറ്റി തരണേന്നാണ് ഭഗവാനോട് ഞങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു നേർച്ച കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ നമ്മൾ ചെയ്ത് തീർത്ത്
പിന്നെ നമുക്ക് അവിടെ നിന്ന് നമ്മൾ നടന്നൊക്കെ വന്നതല്ലേ, അപ്പോൾ അവരുടെ വക സമൂസയും അപ്പവും വെള്ളവും ഉണ്ടായിരുന്നു കേട്ടോ. വളരെ സന്തോഷമുണ്ടായിരുന്നു കേട്ടോ, അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു ആശ്വാസം പോലെ തോന്നി. അപ്പോൾ ഞങ്ങളുടെ സാധാരണ ദിവസത്തിലെ സാധാരണ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരിയാണ് ഞാൻ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ശരി, ബൈ.